ഒത്തിരി സന്തോഷങ്ങളും കുറച്ച് സങ്കടങ്ങളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു ദിവസമാണിന്ന് കേട്ടോ. ഒത്തിരി നേരത്തെ ഇന്ന് ഞാൻ എണീറ്റില്ല, കുറച്ച് വൈകിയാണ് എണീറ്റത്. അശ്വൻ കൊച്ചിന് എക്സാമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിപ്പോയാൽ മതി എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് എണീറ്റത്. ഇന്നലെ ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങാം. മൈഗ്രെയിനാണ്, അപ്പം അത് നന്നായിട്ടൊന്ന് ഉറങ്ങിയാലേ കുറയത്തുള്ളൂ. അപ്പം ഞാൻ അലാമെല്ലാം ഓഫാക്കിയിട്ട് ഉണരുമ്പോൾ ഉണരട്ടെ എന്നുള്ള മട്ടിൽ കിടന്നു. അങ്ങനെ എണീറ്റതാണ്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകണം കേട്ടോ. ഇന്നലെ ഞാൻ ലാസ്റ്റ് കിച്ചണൊക്കെ അടയ്ക്കാത്തതുകൊണ്ട് തന്നെ ജനലിലെ കർട്ടനൊന്നും വലിച്ചിട്ടിട്ടില്ല. അതുപോലെ ഒത്തിരി സംഗതികളെല്ലാം അവിടെ ആലങ്കോലമായിട്ട് ഇട്ടിട്ടുണ്ടാകും, അതെനിക്ക് ഉറപ്പാണ്. ഇവർ രണ്ടുപേരും രാത്രി കള്ളന്മാരെ പോലെ അടുക്കളയിൽ വീണ്ടും കയറി എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നുന്ന ഒരു ശീലം ഇവർക്ക് രണ്ടുപേർക്കുണ്ട്. ചിലപ്പോൾ അത് ലെമൺ ടീ ഉണ്ടാക്കി കുടിക്കലാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കൊശു ഒക്കെ ആയിട്ട് എടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് ഡപ്പകളൊക്കെ തുറന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് വാരി വലിച്ച് തിന്നിട്ട് ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ദാ ഇവിടെ എന്തൊക്കെയോ മൂടി വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ ഇന്നലെ രാത്രി പുട്ട് പുഴുങ്ങി തിന്നിട്ടുണ്ട്. അത് ജോയായിരിക്കും. അശ്വൻ അത്രയും അക്രമമൊന്നും കാണിക്കത്തില്ല. ഇത് നമുക്ക് മില്ലറ്റ് ദോശയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും അരച്ച്, അത് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത് നോക്കുമ്പം പുട്ട് പുഴുങ്ങാൻ്റെ ബാലൻസാണ്. അപ്പോൾ ക്യാരറ്റ് ഫ്രിഡ്ജിൽ എല്ലാ സാധനവും തീർന്നിരിക്കുകയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ക്യാരറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ദിവസമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നില്ല. ഞാൻ ജോലികളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ വോയിസ് ഓവർ കൊടുത്തോളാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ജോലികളെല്ലാം ഒത്തിരി പകുതിയായിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ അധികവും വീഡിയോ ഇടാൻ താമസിക്കുന്നത്. നമ്മൾ രാവിലെ എണീറ്റിരുമ്പോൾ ഒത്തിരി ജോലികളുണ്ടാവും. വേഗം ചെയ്താലാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാം തീരുള്ളൂ. അപ്പം പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ മടി വിചാരിച്ച് ഷൂട്ടിങ് മാത്രം ഒഴിവാക്കുന്നത്. ജോലികൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം എല്ലാം ചെയ്യട്ടെ. ഇന്ന് നമുക്ക് മില്ലറ്റ് ദോശ ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് തന്നെ തലേന്ന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാവിലെ എണീറ്റ് വന്ന വഴി തന്നെ നേരെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നമ്മൾ ദോശയ്ക്ക് 3 ദിവസം വരെയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം അരച്ച് വെച്ചിട്ടുണ്ട് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ എടുത്ത് പുറത്ത് വെക്കും. അന്നേരം കുറച്ച് തണുത്തിരുന്നുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കും, അല്ലെങ്കിൽ നല്ല മൊരിഞ്ഞ ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ എടുത്ത് വെച്ചിട്ട് പോകും, അത് ഓക്കെ ആയിട്ടിരുന്നുള്ളൂ. പിന്നെ ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് പെട്ടെന്ന് തന്നെ മില്ലറ്റ് ദോശ ഉണ്ടാക്കും. മിക്ക ദിവസങ്ങളും മില്ലറ്റ് ദോശയാണ് കേട്ടോ, അതാണ് എളുപ്പവും. നമ്മുടെ അടുത്ത് മില്ലറ്റ് മേടിക്കാത്ത കുറേ പേരുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ യൂട്യൂബിലെ ഡോക്ടേഴ്സിൻ്റെ ഇഷ്ടം പോലെ ടോക്കുണ്ട് എന്തുകൊണ്ട് നമ്മൾ മില്ലറ്റ്സ് ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഉപയോഗിക്കണം എന്നുള്ളത്. സൗന്ദര്യവും ആരോഗ്യവും സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും മേടിക്കേണ്ട ഒന്നാണ് മില്ലറ്റ്. നമ്മുടെ അടുത്തുനിന്ന് മേടിച്ച എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കിടപ്പുണ്ട്. പിന്നെ വാട്സപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ നിറച്ച് നമ്മുടെ അടുത്ത് നിന്ന് മേടിച്ചവർ നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പിന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കമൻസ് ആണ് ഏറ്റവും കൂടുതൽ. ഒത്തിരി സന്തോഷമാണ്. രാവിലെ ഞാനത് നോക്കാറില്ല. അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും തന്നെ പിന്നെ ബാക്കിയുള്ള സമയം നോക്കിക്കൊണ്ടിരിക്കും. ജോലികൾ ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് കുറേ റിപ്ലൈ കൊടുക്കും. അങ്ങനെയാണ്. അന്നേരം എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. അത്രയും നല്ലതാണ് നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള എല്ലാവരുടെ അഭിപ്രായവും പ്ലസ് മില്ലറ്റിൻ്റെ ഗുണങ്ങളും കഴിച്ചിട്ട് എല്ലാവരുടെ അഭിപ്രായവും. അപ്പോൾ അതങ്ങനെ. അപ്പം ഞാൻ ജോലികളെല്ലാം ഒന്നൊന്നായിട്ട് ചെയ്യട്ടെ, ആ കൂടെ തന്നെ നമ്മുടെ വിശേഷങ്ങളെല്ലാം പറയാം. ഒട്ടും ചെറുതായിട്ട് കാണരുത് കേട്ടോ മില്ലറ്റിൻ്റെ ഗുണങ്ങൾ. വൻകുടലിലെ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്ന മില്ലറ്റ് കഴിച്ചാൽ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകൾ കലവറയാണ്, ഹൃദയാഘാതം തടയാൻ വരെ കഴിവുണ്ട്. മോശം കൊളസ്ട്രോളിൽ നമ്മൾ മില്ലറ്റ് ദോശയ്ക്ക് നെയ്യിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആക്കിയിട്ടുള്ളൂ. മാത്രമല്ല നെയ്യിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാലോ, ഡോക്ടർ സ്റ്റോക്കൊക്കെ ഒത്തിരി ഉണ്ട്. നമ്മൾ എന്തായാലും നെയ്യ് അത്യാവശ്യം കഴിച്ചിരിക്കണം. നെയ്യും തേനും നിങ്ങൾക്കറിയാലോ, ഒരിക്കലും എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത എത്ര വർഷങ്ങൾ, ഇപ്പോൾ 50-100 വർഷങ്ങൾ ഇരുന്നാലും കേടായി പോകാത്ത സാധനങ്ങളാണ് നെയ്യും അതുപോലെ തന്നെ നമ്മുടെ തേനും. അതുകൊണ്ട് നെയ്യ് തേനും ദിവസവും നമ്മൾ കുറച്ചെങ്കിലും ഒരു 1/2 സ്പൂണൊക്കെ കഴിച്ചാൽ മതി. ഏതെങ്കിലും വിധത്തിൽ ദോശയിലോ അല്ലെങ്കിൽ അല്ലാതെ ഭക്ഷണത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വെറുതെ ആണെങ്കിലും അങ്ങനെ കഴിക്കുവാണെങ്കിൽ അത്രയും ഗുണമുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ വയനാട്ടിലെ കർഷകരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്ന പാലിൽ നിന്നുണ്ടാക്കുന്ന വളരെ ശുദ്ധമായിട്ടുള്ള വയനാടൻ നെയ്യാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. 500-ന്റെ 1/2 കിലോൻ്റെ ഉണ്ട്, 1 കിലോൻ്റെ ഉണ്ട്. അപ്പം ആവശ്യമുള്ളവർ അതും വാട്സപ്പിൽ മെസ്സേജ് വിട്ടോളൂ, ഞാൻ തരാം കേട്ടോ. ഒത്തിരി പേര് മേടിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് നിന്ന്. മേടിച്ചവർക്കൊക്കെ അറിയാം അത് എന്തുമാത്രം ഗുണമുള്ളത്, എന്ത് ടേസ്റ്റ് ഉള്ളതാണ്, എന്ത് സ്മെല്ലുള്ളതാണ്. നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആടും പോലെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ നെയ്യ് മസ്റ്റായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കണം. അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഒരു വീഡിയോ തന്നെയായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നെയ്യിലാണ് നമ്മുടെ ദോശ ചുട്ടെടുക്കുന്ന മില്ലറ്റ് ദോശ. പിന്നെ നമുക്ക് ഇച്ചിരി ചായ വെക്കണം. യൂഷ്വലി ഞാൻ ഓറഞ്ച് പെക്കോ കട്ടൻ ചായയാണ് വെക്കുന്നത്. അതാകുമ്പോൾ അതിന് ഭയങ്കര ഗുണമുള്ളതല്ല. കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, അത് അത്ര ഗുണമുള്ളതൊന്നുമല്ല ഓറഞ്ച് പെക്കോ. ബ്ലാക്ക് ടീക്ക് പകരം അത്ര കയ്പില്ല, കുറച്ചൊരു ടേസ്റ്റ് നല്ലതായിട്ട് തോന്നുന്ന ഒരു ടീ ആണ്. ഓറഞ്ച് പെക്കോ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്, ഒഫീഷ്യൽ പേര്. പണ്ട് കാലത്ത് രാജാക്കന്മാർ
രാജ്ഞിമാരൊക്കെ അവരുടെ അന്തപുരത്തിലൊക്കെ ടീക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് പോലും ഓറഞ്ച് പെക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓറഞ്ച് പെക്കോ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാനത് കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് കേട്ടോ. ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു പാൽച്ചായ വെക്കാനൊരു മോഹം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്ന് ലൈറ്റായിട്ടൊരു പാൽച്ചായ വെക്കാം. എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. വന്നിട്ട് ബാക്കി ജോലികളെല്ലാം ചടുപടോന്ന് തീർക്കാം. നമുക്ക് കൊറിയർ അയക്കാനുണ്ട്, കുറേ ക്ലീനിങ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. വെജിറ്റബിൾ എല്ലാം തീർന്നിരിക്കുകയാണ്, ഫ്രിഡ്ജ് എംറ്റി ആയിട്ടിരിക്കുകയാണ്. നോൺ വെജ് ഇല്ല, വെജിറ്റബിൾ ഇല്ല, അതെല്ലാം മേടിക്കാൻ പോകണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഇത് നമ്മൾ പുതിയത് പൊട്ടിച്ചേക്കണേ. കണ്ടോ, ഇതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇതിൻ്റെ ഒരു കളർ കണ്ടോ. സാധാരണ നമ്മൾ വെളുത്ത ഗീ ആണ് നമ്മൾ പുറമേ നിന്ന് മേടിക്കുമ്പോൾ ഉള്ളത്. ഇതങ്ങനെയല്ല, ഇത് നല്ല ശുദ്ധമായ ഗീ. അതിൻ്റെ മണവും അതിൻ്റെ ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കറിയാമോ, നെയ്യ് കഴിച്ചാൽ പൊള്ളില്ല എന്ന് വിശ്വസിക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ട് നമ്മുടെ കൂടെ. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ നെയ്യിന് പകരം അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ക്രീം എന്ന പേരിൽ ബട്ടർ അല്ലെങ്കിൽ ബട്ടർ കൊണ്ടുണ്ടാക്കിയ ക്രീം, പിന്നെ ബ്രെഡ് അല്ലെങ്കിൽ ബണ്ണ്, അതോ അല്ലെങ്കിൽ റൊട്ടി, കുപ്പൂസ്, അങ്ങനെ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ പുരട്ടി കഴിക്കും. നമ്മൾ ഇത്തരത്തിൽ വെണ്ണ ഉരുക്കി ഒന്നുകൂടി ഗുണപ്രദമായ നെയ്യാക്കി ഉപയോഗിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1 ടീസ്പൂൺ നെയ്യ് കഴിച്ചാൽ 150 കലോറി ഊർജ്ജം കിട്ടും. മനസ്സിലാക്കി വെക്കേണ്ടത്, നെയ്യിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല, പ്രോട്ടീൻ ഒന്നുമില്ല, പകരം ഹെൽത്തി ഫാറ്റ്സ് ആണ് ഉള്ളത്. ഇതാണേൽ ഗുഡ് കൊളസ്ട്രോളിന് ഉണ്ടാക്കുന്ന ഹെൽത്തി ഫാറ്റാണ്. അതായത് സോല്യൂബിൾ ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ഇതിൽ ഉള്ളതെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ദഹന വ്യവസ്ഥയെ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് നെയ്യ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ വിറ്റാമിൻ കിട്ടുന്ന ഒന്നാണ് ഗീ. പ്രത്യേകിച്ച് വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയുടെ നിറവറയാണ് ഗീ എന്ന് പറയുന്നത്. സ്കിന്ന് തിളങ്ങും, ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആവും. പിന്നെ എസൻഷ്യൽ വിറ്റാമിൻസിൻ്റെ ഒരു കുടുക്കയാണ് നമ്മുടെ നെയ്യ് കേട്ടോ. അതുമാത്രമല്ല, ശരീരത്തിലെ നീരുവീക്കം കുറയണം. വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബിയും ഒക്കെ കിട്ടണം നമ്മുടെ ശരീരത്തിൽ നീരുവീക്കം കുറയണമെങ്കിൽ. സൂര്യപ്രകാശം അടിച്ച് ഒരുപാട് വൈറ്റമിൻ ഡി ഒന്നും കിട്ടാൻ പോകുന്നില്ല. പുതിയ പഠനങ്ങൾ പറയുന്നത് നട്ടുച്ച വെയിൽ മണിക്കൂറുകൾ കൊണ്ടാലാണ് ഒരു ദിവസം വേണ്ട വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുക എന്നാണ്. അങ്ങനെ കടുത്ത വെയിൽ നമുക്ക് കൊള്ളാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. സൺബേൺ ഉണ്ടാവും, അല്ലെങ്കിൽ അൾട്രാവയലറ്റ് രശ്മികളൊക്കെ അടിച്ചിട്ട് പ്രോബ്ലം ആവും. സ്കിൻ ക്യാൻസറൊക്കെ വരും. അങ്ങനെയൊക്കെ പ്രോബ്ലം ആകുന്നതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന 20% വൈറ്റമിൻ ഡി എങ്ങനെയെങ്കിലും നമ്മൾ മേടിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിപ്രധാനമാണ് ഡെയിലി ഒരു 1/2 സ്പൂൺ നെയ്യെങ്കിലും വയറ്റിലെത്തിക്കുക എന്നത്. വൈറ്റമിൻ ഡി കിട്ടിയാലേ കാൽഷ്യം മെറ്റാബോളിസം ഓക്കെ ആവുള്ളൂ. അതായത് ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന കാൽഷ്യം എല്ലിനും പല്ലിനും പ്രയോജനപ്പെടണമെങ്കിൽ അത് വലിച്ചെടുക്കണം ശരീരകോശങ്ങൾ. ആ മെറ്റാബോളിസം നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. അതിനൊരു മാർഗ്ഗം ഗീ കഴിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യും, നമ്മൾ മുതിർന്നവർക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നെയ്യും ഒരു ദിവസം കഴിക്കാം. നന്നായി ഉറങ്ങണമെങ്കിൽ, എല്ലിന് ബലം കിട്ടാൻ, സൗന്ദര്യം കൂടാൻ, അങ്ങനെ വേണ്ട എല്ലാത്തിനും ഗീ വേണം. പറയാനാണെങ്കിൽ ഒത്തിരി മനസ്സിങ്ങനെ തികട്ടി വരുമോ എനിക്ക് കേട്ടോ. മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ടാവും പഠിച്ചതും അറിഞ്ഞതും അനുഭവിച്ചതും നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ ഒരു വെമ്പൽ കേട്ടോ. വൈറ്റമിൻ കെയും വൈറ്റമിൻ ഇയുടെയും പ്രധാന സോഴ്സാണ് നെയ്യെന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ നിങ്ങൾക്കറിയാം, സ്കിന്നിന് ചുളിവ് മാറാൻ, മുഖസൗന്ദര്യം കൂട്ടാനൊക്കെ പ്രധാനമാണ്. വൈറ്റമിൻ കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഫ്രഷ് ബ്ലഡ് ഉണ്ടാകാൻ ശരീരത്തെ സഹായിക്കും ശുദ്ധമായ നെയ്യ് കഴിച്ചിട്ടുണ്ടെങ്കിൽ. ഗീയിലുള്ള ബ്യൂട്രേറ്റ്, അതായത് ഇതൊരു ഫാറ്റി ആസിഡാണ് കേട്ടോ. ഇതുകൊണ്ട് തന്നെ ശരീരത്തിന് നീരുവീക്കം നന്നായി കുറയ്ക്കും. ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഗീ ഒരു പ്രബയോട്ടിക്കും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് ഫ്ലോറ, അതായത് ദഹന വ്യവസ്ഥയിലൊക്കെ ഉള്ള നമ്മുടെ ഒരാവരണമാണ് അത് pH ലെവലിന് ബാലൻസ് ആക്കി വയ്ക്കാൻ, അതുമാത്രമല്ല നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് എന്ന് വേണ്ട ഒന്നും പറയണ്ട മക്കളെ. ഗീ എന്ന് പറയുന്ന ഒരു ഔഷധം തന്നെയാണ്, ശുദ്ധമായ തേൻ പോലെ തന്നെ. നിങ്ങൾക്കറിയാമോ, 500 വർഷം ഇരുന്നാലും കേടാകാത്ത 2 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് തേനും ഒന്ന് ഗീയുമാണ്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ അതിൻ്റെ ഒരു ഗുണം. ഒറിജിനൽ മേടിച്ച് ഉപയോഗിക്കണമെന്ന് മാത്രമല്ല ആയുർവേദ മരുന്നുകളുടെയൊക്കെ ഒരു പ്രധാന ഘടകമാണ് കേട്ടോ ഗീ. വയറ്റിൽ പ്രശ്നമുള്ളവർ, ദഹനം ശരിയായി നടക്കാത്തവർ, എപ്പോഴും അസിഡിക് പ്രോബ്ലം ഉള്ളവർ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങിക്കോ. 1/2 ടീസ്പൂൺ ഗീ ഭക്ഷണത്തിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും വയറ്റിലാക്കുക കേട്ടോ. കുട്ടികളൊന്നും കഴിക്കുന്നില്ല, വിശപ്പില്ല എന്നൊക്കെയുള്ള കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ശുദ്ധമായ ഇത്തരം നെയ്യും കൂടെ കലർത്തി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറോട് ചോദിച്ചു നോക്കൂ. ഞെട്ടിപ്പോകുന്ന ഇതിൻ്റെ ഒക്കെ ഗുണങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ. ഇൻസുലിൻ മെറ്റാബോളിസം എന്ന് പറയുന്ന അതിനെ റെഗുലേറ്റ് ചെയ്ത് പ്രമേഹ രോഗത്തെ പോലെ നിയന്ത്രിച്ച് നിർത്താൻ ഗീ സഹായിക്കും. ഒട്ടും ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്നുള്ളതാണ് പ്രമേഹ രോഗികളായിട്ടുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ധൈര്യമായിട്ട് ഗീ 1/2 സ്പൂൺ വരെ ഒരു ദിവസം, മാക്സിമം 1 സ്പൂൺ നമ്മൾ മുതിർന്നവർക്ക് ഉപയോഗിക്കാം. തേൻ പുരട്ടിയിട്ട് കുറച്ച് പീനട്ട് ബട്ടറും കൂടി പുരട്ടിയിട്ട് അശ്വൻ കൊച്ചിന് വേണ്ടിയിട്ട് ഒരെണ്ണം അടക്കി വെക്കുന്നുണ്ടല്ലോ. അവൻ എക്സാം ആയതുകൊണ്ട് അവന് അത്രയും ഒന്നും കഴിക്കത്തില്ല, നല്ല ടെൻഷൻ അടിച്ചായിരിക്കും ഓടുന്നത്. ചായയും ഇതും കഴിച്ചു അങ്ങനെയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവനിങ്ങനെ തേൻ പുരട്ടിയിട്ടാണ് നെയ് റോസ്റ്റ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഹണി ഇതുപോലെ തന്നെ പ്രധാനമാണ്. രാസഘടന
നോക്കുകയാണെങ്കിൽ മനുഷ്യരക്തമായി വളരെയധികം സാമ്യമുള്ള ഭൂമിയിൽ ഒരേ ഒരു വസ്തുവാണ് പോലും തേന്. രക്തം വളരെ ശുദ്ധമായി നിലനിർത്താൻ തേൻ സഹായിക്കും. അതുപോലെ തന്നെ വളരുന്ന കുട്ടികൾക്ക് ദിവസവും ഒരു 1/2 സ്പൂൺ തേൻ കഴിക്കണമെങ്കിൽ അത് അവരുടെ ബുദ്ധിക്കും ശാരീരിക ആരോഗ്യത്തിനും ഓജസ്സും തേജസ്സിനും എല്ലാം വർദ്ധിക്കും തേൻ ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ അശ്വിൻ കൊച്ചിന് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ തേനും പീനട്ട് ബട്ടർ ഒട്ടും സേഫാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം തേൻ പുരട്ടിയിട്ട് പക്ഷേ അവനെ കുറച്ച് എന്തെങ്കിലും ഒരു ഇത് അതിൻ്റെ കൂടെ വേണമല്ലോ, സാലഡൊക്കെ ഉണ്ടാക്കി വെക്കാതെ ഇരിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരുമാതിരി സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് അതിനൊന്നും എനിക്ക് സമയമില്ല, പ്ലസ് അവനിപ്പോൾ ഓടുമെന്ന് എനിക്കറിയാം എക്സാം ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പുരട്ടി കൊടുക്കും, അത് കഴിച്ചോളൂ കേട്ടോ. അത്യാവശ്യം വേണ്ട അയൺ രക്തത്തിലില്ലെങ്കിൽ ശരീരം മുഴുവനും ഓക്സിജൻ എത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അതോടെ ശരീരം മാത്രമല്ല ബ്രെയിനും ഒരുമാതിരി നാഡികളൊക്കെ മന്ദഗതിയിലാകും പ്രവർത്തനം. അതുകൊണ്ട് തന്നെ കാരണം അവർക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. ഇതെല്ലാം പരിഹരിക്കാൻ ഒരു മാർഗ്ഗം വെജിറ്റബിളും പ്രോട്ടീനും, അതായത് പ്രോട്ടീൻ അടങ്ങിയ മില്ലറ്റ് ദോശ ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ മില്ലറ്റ് ഇഡ്ഡലി ഉണ്ടാക്കുക, അല്ലെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കുക, എന്തെങ്കിലും തരത്തിൽ മില്ലറ്റ് ഒരു നേരം കഴിക്കുക. അതുപോലെ വെജിറ്റബിൾ നന്നായിട്ട് കഴിക്കുക, കൂടാതെ തേൻ കഴിക്കുക, ഗീ ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മുടെ ഈ പ്രോട്ടീൻ മില്ലറ്റിലാണെങ്കിൽ അയണിൻ്റെ കലവറയാണ് നമ്മുടെ ഓരോ മില്ലറ്റും. അപ്പോൾ നന്നായി രക്തത്തിൽ അയൺ കണ്ടൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിളർച്ച എന്ന പ്രശ്നം ഇല്ലാതെയാകും. ദിവസം മുഴുവൻ നമുക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെടും. എല്ലാ പ്രവൃത്തികളും ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കും. ബ്രെയിൻ ആക്റ്റീവാകും. മൃതകോശങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റപ്പെടും. ശരീരത്തിന് ഒരു മന്ദതയും തോന്നില്ല. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല ഇളവയിലായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ അത്ര ഉഷാറിലൊന്നല്ല നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ കെയറൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ പുതിയ റൈലി കുഞ്ഞിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. നമ്മുടെ പട്ടിക്കുഞ്ഞിനെ പുതിയ പേരിട്ടിട്ടുണ്ട്. റൈലി എന്നാണ് പേരിട്ടായിരുന്നത് കേട്ടോ. അതിനെ ഞങ്ങളിവിടെ കൂട്ടിലേക്ക് മാറ്റി. ചേച്ചുമണി 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 ഭക്ഷണമൊക്കെ നല്ല ആക്റ്റീവായിട്ട് കഴിക്കും. പാലും ചോറും കൂടി അരച്ച കൊടുക്കുന്നത്. പിന്നെ കുറേ പേര് എനിക്കിതിൻ്റെ കെയറൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ മേടിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇപ്പം അതിനുശേഷം കുറച്ച് നേരം പുറത്ത് അവളുടെ നമ്പർ 1നും 2നും ഒക്കെ വേണ്ടിയിട്ട് പുറത്ത് അഴിച്ചു വിട്ടേക്കുവാണ്. അപ്പോൾ ഈ കാടൊക്കെ ഉള്ള പ്രദേശത്തോട്ട് ഇപ്പോഴേ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ ഓക്കെ വളർന്നോളുമല്ലോ. ഇതിൻ്റെ വിചാരം എൻ്റെ അമ്മ ഞാനാണെന്ന് കേട്ടോ. എന്തോരം കാലിലൊക്കെ കയറി കടിച്ച് നമ്മളിതിനെ എടുക്കണം, നമ്മുടെ കാലിൻ്റെ ചോട്ടിൽ വന്ന് കിടന്ന് ഇതിന് ഉറങ്ങണം, അതൊക്കെയാണ്. അപ്പോൾ നേരത്തെ ഞാൻ നെയ്യിൻ്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നെയ്യ് ഇതാ റെഡിയായിട്ട് നമ്മുടെ സെയിലിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് ഓർഡർ തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓറഞ്ച് പെക്കോട്ടി ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് കണ്ടോ, നോർമൽ ടീ അല്ല, കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ഈ ലീഫി ടീ ഇല്ലേ, അതുപോലെയൊക്കെ തോന്നും. നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ്. പക്ഷേ ചായയും കാപ്പിയൊന്നും ആരോഗ്യത്തിന് ഒത്തിരി നല്ലതല്ല കേട്ടോ, കുടിക്കുന്ന നല്ലതല്ല. മാക്സിമം രാവിലെ വൈകുന്നേരം 2 ഗ്ലാസ്സിൽ കൂടുതലൊന്നും കുടിക്കുകയേ ചെയ്യരുത്, അങ്ങനെയാണ്. പക്ഷേ ഇച്ചിരി ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനിപ്പം ബ്ലാക്ക് ടീക്ക് പകരം ഇതാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ നമ്മുടെ ഫേസ് മസാജ് ഓയിൽ, ഓരോരോ പ്രോഡക്റ്റുകൾ. ഇത് നമ്മുടെ ഹണിയാണ്, വൻതേനാണ്. അത് 1/2 ലിറ്ററിൻ്റെ ഉണ്ട്. ഇത് ഒരു പുതിയ പ്രോഡക്റ്റാണ് കേട്ടോ, കുറേ പേർക്ക് അറിയത്തില്ല. ഫേസ് വാഷ് പൗഡറാണ് ഇത് കേട്ടോ. അടിപൊളിയാണ്, നാച്ചുറലായിട്ടുള്ള. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്, എന്താ, എല്ലാം നാച്ചുറലായിട്ടുള്ള വേരുകളും കായ്കളും ഒക്കെ ഇലകളും ഒക്കെ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ മില്ലറ്റ് 1 kg റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാനും കൂടി പോയി നിന്ന് നമ്മൾ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ്. ശുദ്ധമായ 100% മായം കലരാത്ത എൻ്റെ പ്രസൻസിൽ നമ്മൾ തന്നെ കൊപ്ര മേടിച്ചിട്ട് ആട്ടി കുപ്പിയിലാക്കി എല്ലാം നമ്മുടെ പ്രസൻസിൽ തന്നെ ചെയ്തിരിക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾ, ഇത് ഞാനും എൻ്റെ അനിയത്തി കൊച്ചും കൂടി കഴുകി ഉണങ്ങി പൊടിച്ച് അവളുടെ മില്ലിൽ പൊടിച്ച് നമ്മൾ പാക്ക് ചെയ്യുന്ന, അശ്വൻ കൊച്ചും ഞാനും ജോയും കൂടി പാക്ക് ചെയ്യുന്ന നമ്മുടെ മഞ്ഞളാണ്. എല്ലാം നമുക്ക് 100% അതുകൊണ്ടാണ് സർട്ടിഫൈഡ് ആയിട്ട് പറയുന്നത്. ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ, അത് നമ്മൾ തന്നെ കഴുകി അരിഞ്ഞുണങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഏകദേശം തീരാനായിട്ടുണ്ട്. ഇനി ജനുവരി മുതലാണ് നമുക്ക് ബൾക്കായിട്ട് നമ്മൾ നട്ടിരിക്കുന്നതെല്ലാം പറിച്ച് പൊടിക്കുക. ഇപ്പോൾ കുറച്ചും കൂടി ബാലൻസ് ഉണ്ട്, അത് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ. പിന്നീട് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ, അത്രയും ഇതിന് ഓർഡർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വേഗം കയ്യിലുള്ളത് മേടിച്ച് വെച്ചോളൂ. ഇത് നമ്മുടെ അങ്ങനെ ഓരോരോ പ്രോഡക്റ്റുകൾ, ഒത്തിരി പ്രോഡക്റ്റുകൾ നമ്മളിപ്പോൾ സെയിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വാട്സപ്പിൽ മെസ്സേജ് വിടുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ എല്ലാം തരാം. ഇത് ഇന്ന് എനിക്ക് ഒത്തിരി കൊറിയർ അയക്കാനുണ്ട്. ഇത് നമ്മുടെ അച്ചാറാണ്, ഫ്രൂട്ട് പിക്കിൾ. ആ കൂടെ നമ്മുടെ കറിമഞ്ഞൾ മേടിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ പേരിലേക്കുള്ള നമ്മളെല്ലാം കവറിലാക്കി പാക്ക് ചെയ്ത് സീൽ ചെയ്ത് നമ്മൾ ഫ്രണ്ടിൽ വെക്കും. അപ്പോൾ നമ്മുടെ ഓട്ടോ പിന്നെ പ്രദീപ് വന്നിട്ട് എടുത്തിട്ട് കൊറിയറിൽ കൊണ്ട് കൊടുത്തോളും, എളുപ്പത്തിന് വേണ്ടിയിട്ട്.
ജോയ്ക്ക് എല്ലാത്തിനും കൂടി പോകാൻ സമയം ഉണ്ടാവില്ല, ഞാനും കൂടി പോകേണ്ടി വരും. അപ്പോൾ പിന്നെ അതിന് ഒത്തിരി സമയം പോകുന്നതുകൊണ്ട് നമ്മൾ ഡ്രൈവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പ്രദീപ് വന്ന് എടുത്തോളും. ഇത് അശ്വൻ കൊച്ച അമ്മയ്ക്ക് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഫാൻ മേടിച്ചതെന്നാണ്, പിശുക്കനാണ് എന്തോ ഓഫർ കിട്ടിയപ്പോൾ മേടിച്ചതെന്നാണ് കേട്ടോ. അതുകൊണ്ട് ഈ റൂമിൽ അത്ര ചൂടൊന്നുമില്ല. ഇതിൽ സീലിംഗ് ഫാൻ കേടായി പോയിട്ട്, അതുകൊണ്ടൊരു ടേബിൾ ഫാൻ ഇപ്പോൾ അവൻ മേടിച്ചതാണ്. ഇത് നമ്മുടെ ഇന്നലെ ഞാൻ ചിക്കനൊക്കെ വേറെ ഇതിൻ്റെ ഇടയ്ക്ക് 100 പണികൾ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉച്ചത്തേനുള്ളതൊക്കെ ആക്കണം. ഒത്തിരി സാധനങ്ങളൊന്നും ഇന്നില്ല, അതുകൊണ്ട് ഞാൻ ചിക്കൻ വറുത്തു. പിന്നെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പ്രാവശ്യം ഒരു ലെമണെങ്കിലും ഒരു ദിവസം നമ്മൾ പിഴിഞ്ഞ് കുടിക്കണം, അല്ലെങ്കിൽ അര ലെമണെങ്കിലും. അതതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ നമ്മുടെ ഹെൽത്ത് കാര്യങ്ങൾ ഞാൻ എന്തായാലും നോക്കും അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. വെള്ളം കുടിക്കും, ഒരു 2 മണിക്കൂറൊക്കെ കൂടുമ്പോൾ 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം കുടിക്കും. ആ കൂടെ ഇങ്ങനെ ലെമൺ ഒരു ദിവസം ഒരെണ്ണം പിഴിഞ്ഞ് കുടിക്കും. അങ്ങനെയൊക്കെ ഗ്രീൻ ടീ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കും. അങ്ങനെയൊക്കെ ഹെൽത്ത് കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഫേസ് പാക്ക് ഇടും. അങ്ങനെ ഓരോ കെയറും ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ലോ. ചില ജോലികളൊക്കെ വർത്താനമൊക്കെ പറയാൻ നേരത്തെ അങ്ങനെ കുറച്ച് നേരം നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. കുറച്ച് വർത്താനമൊക്കെ നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഒരു ലോഡ് പാത്രം കഴുകാനുണ്ട് കേട്ടോ. രാവിലെ മുതൽ ഇന്നലെ മുതലുള്ള പാത്രമുണ്ട് കേട്ടോ. ഇന്നലെ എനിക്ക് തലവേദന ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ കിടന്നുകൊണ്ട് അന്നേരം മുതലുള്ള പാത്രങ്ങളുണ്ട്. ഇനി എല്ലാം കഴുകി ഒരു സിങ്കിൽ കഴുകി മറ്റേ സിങ്കിലേക്ക് ഞാൻ വെക്കും. പിന്നെ വെള്ളം പോയി കഴിയുമ്പോൾ ഞാനതെടുത്ത് നമ്മുടെ ഓരോ സെക്ഷനിലേക്ക് മാറ്റി വെക്കും. ഇതൊരു ചമ്മന്തി കൂടി അരയ്ക്കണം. പുളിച്ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും കൂടി അരയ്ക്കണം. ഇപ്പം മാങ്ങയുടെ സീസണാണ്, പോയിട്ട് ഇനി മാങ്ങയൊക്കെ മേടിക്കണം. അപ്പം ഇനി ഞാൻ പാത്രം എല്ലാം വിശദമായിട്ട് കഴിയട്ടെ. ഇങ്ങനെ കയ്യോറി ഇട്ടിട്ടാണ് ഞാൻ പാത്രം കഴുകുന്നത് കേട്ടോ, അല്ലെങ്കിൽ കൈയൊക്കെ പെട്ടെന്ന് നാശാവില്ലേ. അങ്ങനെ ഇനി സോപ്പ് സൊല്യൂഷൻ മേടിച്ചിട്ട് ഓൺലൈനിൽ സോപ്പ് സൊല്യൂഷൻ മേടിക്കുകയാണെങ്കിൽ നല്ല ലാഭമാട്ടോ. ക്യാനായിട്ട് മേടിക്കാൻ കിട്ടും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ പകുതി പൈസ 3-1 പൈസയ്ക്ക് കിട്ടും കേട്ടോ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കൊരു ഇന്നലെ ഒരു മെസ്സേജ് വന്നിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെയാണ് എനിക്ക് വോയിസ് മെസ്സേജൊക്കെ വന്ന് എനിക്ക് പറ്റുന്ന അത്രയൊക്കെ, അതായത് പ്രണയത്തിലകപ്പെട്ട് പോയിട്ട് ഇപ്പോൾ മനസ്സ് വിങ്ങുന്ന വേദനയോടെ എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ച് എന്നാൽ ഉള്ളിൽ വിങ്ങിക്കരയുന്ന ഒരു പെൺകുട്ടി അയച്ച മെസ്സേജുകളാട്ടോ. വോയിസ് ക്ലിപ്പ് എല്ലാം ഉണ്ടായിരുന്നു. രാവിലെ ഞാനതൊക്കെ കേട്ടു. എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ ആ കുട്ടിയെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പാത്രമൊക്കെ കഴിക്കൊണ്ടിരുന്നപ്പോൾ അത് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ആ വോയിസ് ക്ലിപ്പുകളും അവളുടെ വേദനയും വിഷമം മുഴുവൻ അത് എൻ്റെ മനസ്സിലേക്ക് വീണ്ടും തിരിച്ചു വന്നു കേട്ടോ. കൂടെ ജീവിക്കുന്ന ആളുടെ അവഗണന, കുറ്റപ്പെടുത്തൽ അനുഭവിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ടല്ലേ, വിങ്ങിക്കരയുന്ന മനസ്സുമായിട്ട് ജീവിക്കുന്നവർ. എൻ്റെ കൂടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, പ്രണയമാകട്ടെ പ്രണയമല്ലാത്ത വിവാഹമാകട്ടെ 90% പേരും ആദ്യം ചിരിക്കും, പിന്നെ ആ ബന്ധം കാരണം കരയും. ആ ബന്ധനം കാരണം നമ്മൾ തന്നെ സ്വയം ഉരുകി തീരുന്ന അവസ്ഥയും വരും. ഒന്നേ ഉള്ളു പരിഹാരം, പലവിധ ഓർമ്മകളുമായി ബന്ധനമായി മുറിവേൽപ്പിക്കുന്ന മനസ്സിന് റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മനുഷ്യനോളം മാറാനും മറക്കാനും കഴിയുന്നവർ ലോകത്തിൽ വേറെയില്ല. ഒരു തരത്തിൽ അത് നല്ല കാര്യമാണ്. ദുഃഖം ഉണ്ടാകുമ്പോൾ വേറെ തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കാരണം കൊണ്ട് തന്നെയാണ് പല ദുഃഖങ്ങളും ഉണ്ടാകുന്നത്. ജീവിതത്തിൽ ഏറ്റവും നല്ലത് ഒറ്റയ്ക്കായാലും ആരുടെയും നേരം പോക്കിനും പണലാഭത്തിനുള്ള ആയുധമായി തീരാതെ ഇരിക്കലാണ് ഏറ്റവും നല്ലത്. വിവാഹ ജീവിതം താറുമാറാകുന്നവർ പുറകിലേക്ക് ചിന്തിച്ച് നോക്കിയാൽ പ്രണയമൊക്കെ ഉണ്ടാകും മുമ്പേ എത്ര സന്തോഷവതികളായിരുന്നു എന്നുള്ള തിരിച്ചറിവ് വരില്ലേ. അപ്പോൾ വരുന്നൊരു സങ്കടമുണ്ട്. നമ്മുടെ ഈ സബ്സ്ക്രൈബർ കൊച്ചിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എനിക്ക് മനസ്സിലായിടത്തോളം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു ആളാണ് അവരുടെ ജീവിത പങ്കാളി എന്നാണ്. ഒത്തിരി ടൈപ്പ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് കേട്ടോ. മെഡിക്കൽ ഫീൽഡിൽ നമ്മളത് ഉദാഹരണ സഹിതം പഠിപ്പിക്കാറുണ്ട്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി സൈക്കാട്രിക് ഹോസ്പിറ്റലുകളിൽ ഒത്തിരി നാൾ പരിശീലനം, കേസ് സ്റ്റഡിയൊക്കെ തരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പഠനകാലത്തൊക്കെ നടത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ASPD എന്ന് പറയും. അതുപോലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുണ്ട്, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുണ്ട്, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു 12-13 ടൈപ്പ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ തന്നെയുണ്ട്. അപ്പോൾ 2 റീസൺ കൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഇത്. ഒന്ന് ജന്മനാ ഉള്ളെന്ന ജീൻ്റെ ഡിസോർഡർ കാരണം, മറ്റൊന്ന് ചെറുപ്പത്തിലെ അന്തരീക്ഷം. ഇവിടെ ഈ കുട്ടിയുടെ പങ്കാളി ശരിക്കും ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ. ക്രൂരതയാണ് ഇവരുടെ മെയിൻ. ഹൃദയശൂന്യർ എന്ന് വിളിക്കാറില്ലേ ചിലർ. നമ്മൾ ഇണയുടെ വേദനകളൊക്കെ കണ്ട് അല്ലെങ്കിൽ പരാജയമൊക്കെ കണ്ട് രസിക്കുന്നവരാണ് ഈ കൂട്ടർ. നമ്മൾ ഒരാളെ ഒത്തിരി ഇഷ്ടപ്പെടുക, അതിലേറെ സ്നേഹിക്കുക, സഹായിക്കുക, സമ്മാനങ്ങളും ഒക്കെ വാരിക്കോരി കൊടുക്കുക, എല്ലാം മേടിച്ചെടുത്തിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ തിരിച്ച് നമ്മളെ വെറുക്കാൻ തുടങ്ങി ഈ കൂട്ടർ. കേട്ട ഞെട്ടിപ്പോകുന്ന കാരണങ്ങൾ പറയും. ഓരോ ദിവസവും അവഗണിച്ചും കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും ഒരു ഇരയെ തട്ടിക്കളിക്കും പോലെ കൂടെ ജീവിക്കും. ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഇയാളെ ഇത്രയും സ്നേഹിച്ചല്ലോ, ഇപ്പോഴും സ്നേഹിക്കുന്നില്ലേ, കുറച്ച് കരുതൽ, സ്നേഹം, കെയറൊക്കെ എനിക്ക് ഇയാൾ തരാത്തത് എന്താ എന്ന വേദനയിൽ ഓരോ മണിക്കൂറും ദിവസങ്ങളും മാസങ്ങളും നമ്മൾ ഒരുക്കും. നിങ്ങൾ ചെയ്ത തെറ്റ് അയാളെ ഒത്തിരി സ്നേഹിച്ചു എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ഈ പെൺകുട്ടി അയാളെ ഒത്തിരി കെയർ ചെയ്തു, സ്നേഹിച്ചു എന്നുള്ളതാണ് ആ പെൺകുട്ടി ചെയ്ത തെറ്റ്. ഈ കൂട്ടർക്ക് എല്ലാവരും അങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ട് കെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ കാര്യമാണ്. ഈ കൂട്ടർക്ക് ചെറുപ്പത്തിൽ വേണ്ട പോലെ സ്നേഹമോ കെയറോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ചും അമ്മയുടെ സ്നേഹവും തലോടലും അതിൽ നിന്നുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് പണ്ടേ നഷ്ടപ്പെട്ടവരായിരിക്കും ഈ കൂട്ടർ.
ടോക്സിക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് അത് സ്നേഹം കിട്ടാത്ത, കെയർ കിട്ടാത്ത ബാല്യകാലമാകാം, ആഗ്രഹങ്ങളൊന്നും നടക്കാത്ത ബാല്യകാലമാകാം, അല്ലെങ്കിൽ പാരൻസ് തമ്മിലുള്ള അടിപിടിയും വഴക്കും എന്നും കണ്ടു വളർന്നവരാകാം. ഇത്തരത്തക്കാരുടെ തലച്ചോറിൽ ചില ഭാഗങ്ങൾ വേണ്ട രീതിയിൽ ഡെവലപ്പ് ആകില്ല. അവർക്ക് ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നയിക്കാൻ സാധിക്കുകയില്ല. സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത്തരക്കാർ ഐ ഡോണ്ട് ഡിസർവ് ലവ് എന്നൊരു ചിന്ത ഉടലെടുക്കും. അത് രൂഢമൂലമാകുകയും ചെയ്യും. ഇത്തരക്കാർക്ക് നമ്മൾ സ്നേഹം, കെയർ കൊടുത്താൽ അവർക്കത് താങ്ങാൻ പറ്റൂല, അല്ലെങ്കിൽ അവർക്കത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല. ലവ് എന്നാൽ എപ്പോഴും വേദനയും വിഷമവും ഒറ്റപ്പെടലും കൺട്രോൾ ചെയ്യലുമാണ് എന്നൊരു ചിന്തയിലാണ് ഇവരുടെ ജീവിതം തന്നെ. സ്വന്തം ഇണയെ മാക്സിമം അവഗണിച്ചും കുറ്റപ്പെടുത്തിയും രസിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന രാസപദാർത്ഥം അത് ലഭിക്കുമ്പോഴുള്ള സുഖം ലഭിക്കുന്ന ഒരുതരം ഉന്മാദം ഇവർക്കും അനുഭവപ്പെടും. ഇത്തരക്കാർ ഇണയോടും സ്വന്തം മക്കളോടും ക്രൂരത കാട്ടുമ്പോൾ നാട്ടിലും കൂട്ടുകാരുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും ഏറ്റവും നല്ലവനായി അഭിനയം തകർത്ത് കാഴ്ചവെക്കുന്നവരായിരിക്കും. സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ വൈകല്യം ഉണ്ട് കേട്ടോ. ഒരിക്കലും അത് അവർ അംഗീകരിക്കില്ല. ഒരു സൈക്യാട്രി ഡോക്ടറെ കാണാനോ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനോ ഒരു കൗൺസിലിങ്ങിന് പോകാനോ ഒന്നും അവർ സമ്മതിക്കില്ല. പകരം നമ്മൾക്കാണ് പ്രോബ്ലം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. കെയർ, ലവ് കിട്ടാത്ത അവഗണനയുടെ കയ്പ് കുടിച്ച് ഏത് സ്ത്രീയും നിലമറന്ന് പൊട്ടിത്തെറിക്കും. അത് പുരുഷനാവാം, ഭർത്താവാം, ഭാര്യയാവാം കേട്ടോ. വഴക്ക് കൂടും, കരയും, പരാതി പറയും, ഡേ ബൈ ഡേ ഡിപ്രഷനിലേക്ക് പോകും. ഇതെല്ലാം കണ്ട് നിനക്കാണ് ഭ്രാന്ത് എന്ന ഒറ്റവാക്കി പരിഹസിച്ച് മാക്സിമം ദ്രോഹിച്ച് അയാൾ ഒരു യാത്ര പറച്ചിൽ പോലും ഇല്ലാതെ കുറേ കഴിയുമ്പോൾ ഈ ബന്ധം അടുത്തൊരു ഏരിയയെ തേടി പോകും. എത്ര റിലേഷൻഷിപ്പിൽ ഒരു ജന്മം മുഴുവനാകാമോ അത്രയും ബന്ധങ്ങൾ അവർ മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ കല്യാണം കഴിക്കും, ചിലപ്പോൾ അല്ലാത്ത റിലേഷനിലാകും. അങ്ങനെ ഓരോ വട്ടവും ഇവൾ പോരാ, ഇവൾ ശരിയല്ല, ഞാൻ ഇവളേക്കാൾ നല്ലവളെ അർഹിക്കുന്നു എന്നൊരു തോന്നൽ അയാളുടെ ബ്രെയിനിൽ ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കും. നരകതുല്യമായ ദിനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. ഈ കുട്ടിയും അതിലൊരാളാണ്. എങ്ങനെയെന്നോ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ചിരിയും സന്തോഷവും വീണ്ടെടുക്കാം എന്നൊക്കെ പോകെ ഒരു വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ കൊച്ചനോട് ചോദിച്ച കാര്യം എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ചേച്ചി, എന്ത് ചെയ്യണം എന്നുള്ളതാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ അവനവൻ്റെ ജീവിതമാണ്, അവനവനാണ് ലാസ്റ്റ് ഡിസിഷൻ എടുക്കേണ്ടത്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷമങ്ങൾക്ക് കുറേ പരിധിയാവും. പിന്നെയുള്ളത് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ സൊല്യൂഷൻ നമ്മൾ തന്നെയാണ് ഓരോരുത്തരും അവരുടെ ജീവിതം. കാരണം അവർ കടന്നുപോയ അവസ്ഥകളൊന്നും ഒരിക്കൽ കേട്ട ഒരാൾക്ക് മനസ്സിലാവത്തില്ല. അവർക്ക് ഉള്ള ആവശ്യങ്ങളൊന്നും നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് പറഞ്ഞ് ഇല്ല നിങ്ങളങ്ങ് പിരിഞ്ഞോ എന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ അവരുടെ ആവശ്യങ്ങളും അവരുടെ അവസ്ഥയും ഒക്കെ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എല്ലാം നോക്കിയിട്ടൊരു ഡിസിഷൻ എടുക്കാം. ഒന്നെങ്കിൽ നമ്മൾ ഇവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള വഴികൾ മനസ്സിലാക്കിയെടുക്കുക, പഠിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും കൽപ്പിച്ച് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. ആ ഒരു രീതിയിലേക്ക് അവനവൻ്റെ ഡിസിഷൻ അവനവൻ എടുക്കുക എന്നുള്ളത് തന്നെ ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. കുക്ക് ചെയ്യാനൊക്കെ പിന്നെ എളുപ്പം. പാത്രങ്ങൾ കഴുകി തീർക്കാനാണ് ഒരു വീട്ടിൽ ഏറ്റവും പാടല്ല. എങ്ങനെയാണെന്നറിയത്തില്ല, ഇത്രയും പാത്രം വീണ്ടും ഒരു നേരം കഴിയുമ്പോഴത്തേക്കും കുന്നുകൂടും. ഇത്രയും പാത്രങ്ങൾ നമ്മൾ കുക്കിങ്ങിന് എടുക്കുന്നുണ്ടോ നമുക്ക് തന്നെ അല്പം തോന്നും. എവിടെ നിന്നൊക്കെയോ പാത്രങ്ങൾ വന്ന് വീഴും. അതുപോലെ ഒരു ദിവസം ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യമെങ്കിലും ഞാൻ ഇതുപോലെ പാത്രങ്ങൾ കഴുകി വെക്കും. എന്നാലും ഉണ്ടാവും ഒത്തിരി എണ്ണം. അങ്ങനെയാണ്. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പറയുകയും വേണ്ട, കുറച്ചും കൂടി നമ്മൾ നല്ല പാത്രങ്ങളൊക്കെ എടുക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടി സാധാരണ യൂഷ്വലായിട്ടുള്ള പാത്രങ്ങളെല്ലാം എടുക്കും. ഇത് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന നല്ല പാത്രങ്ങളൊക്കെ യൂഷ്വലി നമ്മൾ എടുക്കുന്നത് കുക്കിങ്ങിനും ഇതിനൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ പാത്രങ്ങളും കൂടി കൂടും. എന്തായാലും ഞാൻ പാത്രങ്ങളെല്ലാം വിശദമായിട്ട് കഴുകി ഇനി ഇതെല്ലാം വെള്ളം ഒന്ന് വാലാൻ വെച്ചിട്ട് അതെല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കും. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. ആ കൂടെ റെസ്റ്റ് എടുക്കാൻ ഒത്തിരി ടൈം കിട്ടത്തില്ല. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം പോയിരുന്ന് റെസ്റ്റ് എടുക്കും, എൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയാണ്. ഇന്ന് നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാം അലക്കുന്ന ദിവസമാണ്. ഇപ്പോൾ 3 ബക്കറ്റ് നിറച്ച് എനിക്ക് അലക്കാനുണ്ട്. അതിൽ ഓരോരോ ബെഡ്ഷീറ്റുകളായിട്ട്. വാഷിംഗ് മെഷീൻ ഒത്തിരി വലുതല്ല. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നൊക്കെ ഇട്ടിട്ട് ഈ കമ്പിളി പോലത്തെ വലിയ സെറ്റുകൾ മേടിക്കുന്നതുകൊണ്ട് ഓരോ സെറ്റായിട്ട് നമുക്ക് അലക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കിവിടെ എല്ലാം പൊടി പെട്ടെന്ന് പിടിക്കും. ഈ ചില്ലായതുകൊണ്ട് ഷോക്കേസിൻ്റെ ഏരിയ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി വെക്കണം. അങ്ങനെ ഒരു പണി ചെയ്യുമ്പോൾ ഒരു പണി നമ്മുടെ മനസ്സിലേക്ക് വരും, ഇനി അത് ചെയ്യാനുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചുറ്റും കുറേ ജീവികളുണ്ട്. 2 വലിയ ജീവികളുണ്ട്, അശ്വൻ കൊച്ചും ജോയും. പിന്നെ ആ കൂടെ കുറേ കുഞ്ഞു ജീവികളുണ്ട്. എല്ലാത്തിനും നമ്മൾ കെയർ ചെയ്യണം. അപ്പോൾ അതെല്ലാം പിന്നെ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് പൊടി പിടിക്കണം, ക്ലീൻ ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. സഹായത്തിന് നമുക്കൊരു കൊച്ച് വരുന്നുണ്ട് കേട്ടോ. അവൾ 2 ദിവസമായിട്ട് വന്നിട്ടില്ല. അവൾക്ക് എന്തോ അവിടെ തിരക്കും ബുദ്ധിമുട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കഴിയുമ്പോൾ അവളും കൂടി വരുമ്പോൾ എന്നെ കുറച്ചൊക്കെ സഹായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇത് നമുക്ക് ഇന്ന് ഓർഡർ വീട്ടിലിരിക്കുന്ന പിക്കിളാണ്, അതെല്ലാം കൊടുക്കണം. ആ കൂടെ നമ്മുടെ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് തെന കൊടുക്കണം. അതുപോലെ നമ്മുടെ പ്രാവുകൾക്ക് അതിൻ്റേതായ തീറ്റ കൊടുക്കണം. അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ പ്രാവുകളെ അഴിച്ചു വിടുന്നില്ല കേട്ടോ. എല്ലാം ഓടിൻ്റെ മുകളിൽ കയറിന്നിട്ട് ടെറസിലേക്കൊക്കെ കയറിയിരിക്കുകയാണ്. അപ്പം അവിടെയൊക്കെ ഇങ്ങനെ അവർ അപ്പിയിട്ട് നശിപ്പിക്കും. പ്ലസ് അവരുടെ പിന്നെ ഇങ്ങനെ എന്താ പറയുക
തൂവലുകളൊക്കെ ഒത്തിരി പൊഴിയുന്നു. അതുകൊണ്ട് ഞാൻ പഴിച്ചിടാറില്ല, കൂട്ടി തന്നെ ഇട്ടേക്കാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അഴിച്ചിടാം. മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം. ഇനി മഴയൊക്കെ മാറട്ടെ, നല്ല വെയിലാകുമ്പോൾ അഴിച്ചിടാം. അപ്പോൾ അവയ്ക്കൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നു. ഇവിടുത്തെ ചെടികളെല്ലാം കുറച്ചൊരു ഡാമേജ് ആയ പോലെ നിൽക്കുന്നുണ്ട്. വെയിലടിക്കാത്തതുകൊണ്ട് ഇവിടെ അത്ര സൂര്യപ്രകാശമില്ല, പുറത്തോട്ട് വെക്കണം. അതുപോലെ നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തില്ല. കുറേ മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോയിട്ടോ, എന്താണെന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇനി അശ്വൻ കൊച്ചി ഇന്നലെ അതെല്ലാം കഴുകിയിരുന്ന് വെള്ളം തെളിയാനുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ മുറ്റത്ത് ഒരു കഷ്ടകാലം വന്ന് എന്താണെന്ന് വെച്ചാൽ പൂച്ച കയറിയിട്ട് ഈ നെറ്റ് ഒത്തിരി ശക്തിയുള്ള കമ്പിയല്ലല്ലോ, പൂച്ച കയറിയിട്ട് കള്ളപ്പൂച്ചയാണേ ഒത്തിരി നമ്മുടെ പ്രാവുകളെയും ഈ പശുക്കുഞ്ഞുങ്ങളെയും ഒക്കെ പിടിച്ചു തിന്നെന്ന് തോന്നുന്നു. ഒരെണ്ണത്തിന് പപ്പും പൊടിയൊക്കെ കിടക്കുന്ന കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പാവം പട്ടിക്കുഞ്ഞിനെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടേക്കാണ്. പുതിയ കൂട് ഇന്ന് മേടിക്കും, ഇന്ന് നാളെയൊക്കെ ആയിട്ട് മേടിക്കും, എന്നിട്ട് മാറ്റണം. മറ്റേ കുഞ്ഞി പട്ടിക്കുഞ്ഞിനെ നമ്മൾ പുതിയ കൂട്ടിലേക്ക് മാറ്റി, അതല്ലെങ്കിൽ പി എന്ന് പറഞ്ഞ കരച്ചിലല്ലേ അപ്പോൾ അതുകൊണ്ട് പാവം നമ്മുടെ ഡിയോണ കൊച്ച് 2 ദിവസത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഇവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടേക്കാണ്. നമുക്ക് ഇന്ന് അയക്കാൻ വേണ്ടി പൊന്നാങ്കണ്ണിച്ചീരിയുടെ കുറേ ഓർഡർ വന്നിട്ടുണ്ട്. പൊന്നാങ്കണ്ണിച്ചീരിയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന ഇത് നമുക്ക് അയക്കാനുണ്ട്. അപ്പം അത് കുറച്ച് എടുത്തിട്ട് പോകണം ഉള്ളിലേക്ക്. ഇനി അതെല്ലാം പാക്ക് ചെയ്യണം. അതും ബാക്കി കൊറിയറും എല്ലാം കൂടി പാക്ക് ചെയ്ത് പെട്ടെന്ന് നമുക്ക് വരാന്തയിൽ എടുത്ത് വെക്കണം. അപ്പോൾ പ്രദീപ് ഒന്ന് എടുത്തിട്ട് കൊറിയറിൽ കൊണ്ട് കൊടുത്തോളൂ. അങ്ങനെ കുറേ കാര്യങ്ങളും തിരക്കുകളുമായിട്ട് നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകണം. സമയം പറന്നു പോകുകയെന്ന് പറയാം. ഒന്നിനും എനിക്ക് സമയം തികയുന്നില്ല എന്ന് പറയാം. അങ്ങനെയാണ്. ഒത്തിരി ജോലികളെല്ലാ ദിവസവും പിന്നെ പെൻഡിങ് ആവും. അപ്പോൾ നാളെ ചെയ്യാമെന്ന് ഓർത്ത് ഇങ്ങനെ മാറ്റി വെക്കും. പക്ഷേ ഞാൻ വെറുതെ കളയുന്നില്ല ഒരു സമയം. എൻ്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. എന്നാലും ബാക്കി നമുക്ക് ഒത്തിരി ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അടിക്കണക്കുട്ടിയുണ്ടോ നോക്കിയിരിക്കുന്ന പാവം. ഇത് നാടൻ പട്ടിയാണ്, ഇതിനെ കൊണ്ട് കളയുമെന്നും പറഞ്ഞ് എന്നെ ഒത്തിരി പേര് എന്നെ 2 വയസ്സ് വന്ന് പാവം. പക്ഷേ ഇതിൻ്റെ നോട്ടവും ഇതിൻ്റെ സ്നേഹവും എൻ്റെ കെയറും കാണുമ്പോൾ രാജകുലത്തിൽ ജനിച്ചില്ല, അല്ലെങ്കിൽ നല്ല ഫാമിലി ജനിച്ചില്ല എന്നും പറഞ്ഞ് ഇത് തെറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതിനെ അങ്ങനെ കൊണ്ട് കളയാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിനെ ഞാൻ വളർത്താൻ തന്നെ തീരുമാനിച്ചു. പാവമല്ല, എന്തൊരു സ്നേഹം. ഇത് കുഞ്ഞിതാർന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ആക്ച്വലി എനിക്ക് ഡോഗിനെ വളർത്തി പഠിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് നമ്മളിത്. പക്ഷേ ഇത് നാടൻ പട്ടി കുഞ്ഞാന്ന് വളർന്നു വന്നപ്പോഴാണ് അറിയുന്നത്. എന്നാലും ഞാൻ അതിനെ ഉപേക്ഷിച്ച് കളയത്തില്ല. ഇത് നമ്മുടെ റൈലി കുഞ്ഞ്. ഇതിൻ്റെ വിചാരം ഇതിൻ്റെ അമ്മ ഞാനാണ് കേട്ടോ. ഏത് സമയം എൻ്റെ അടുത്ത് ഇതിനെ ഞാൻ എടുക്കണം, എൻ്റെ കാലിൽ കിടന്ന് ഇതിനെ ഉറങ്ങണം, അങ്ങനെയൊക്കെ ഇതിനെന്നെ കടിക്കണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ കേട്ടോ. അങ്ങനെ ഇത് വലിഞ്ഞ് കയറി തുടങ്ങിയിട്ട് ഇവിടെ അത്രയൊക്കെ പരിശീലിച്ച് തുടങ്ങി. അങ്ങോട്ട് പ്രവേശനമില്ല. എന്നാൽ ഇതിന് ഓരോരോ കാര്യങ്ങൾ മലയാളം ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് മനസ്സിലാകുക എന്നാണ് എൻ്റെ ഓണർ പറയുന്നത്. എന്ത് പറഞ്ഞാലും മനസ്സിലാക്കുമെന്ന് പറയണേ. എന്തായാലും ഇതിനെ കമ്മാനും സിറ്റാനും ഡൗണാനും ഒക്കെ പഠിപ്പിച്ചെടുക്കണം. ഇനി എന്തായാലും ടോയ്ലറ്റ് ട്രെയിനിങ് ഇത് ഓക്കെ ആകുന്നുണ്ട് എന്തായാലും. പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല അത്ര സ്നേഹമൊന്നുമല്ല നമ്മളോട് കാണിക്കുന്നത്, ഒരു തരം പിടിവാശി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞിതായതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞൊന്നും അനുസരിക്കാതെ നമ്മളെ കടിച്ച് അങ്ങനെയൊക്കെ ഒരു രീതി. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. എന്താ പറയുക, കുട്ടിപ്പിശാചിൻ്റെ സ്വഭാവമായ ജോയെ പോലും ഒരു ലോല ഹൃദയനാക്കി എടുക്കാൻ ഈ കുഞ്ഞ് പാവം പട്ടിക്കുഞ്ഞിന് പറ്റിയെങ്കിൽ അത്രയും ക്യൂട്ടാണ്. ഇതിൻ്റെ ഒരു ചാടിയുള്ള നടപ്പും കളിയും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരെയും മനസ്സും ഹൃദയവും കവർന്ന 2 ജീവികളാണ് ഡിയോണയും ഇതും. അത്രയും ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും ആക്ച്വലി അശുകൊച്ചിനെ ഒഴിച്ച് ഞങ്ങൾക്കൊന്നും ഈ പട്ടികളോടൊന്നും ഒരു സ്നേഹമുള്ളവരല്ല കേട്ടോ. ഒരു സ്നേഹം ഉണ്ടായിരുന്നായിരിക്കാം മനസ്സിൽ, പക്ഷെ നമുക്കറിയത്തില്ല. എന്തോ നമുക്കൊരു അകൽച്ചയും തൊടാനൊക്കെ ഭയങ്കര മടിയും അറപ്പൊക്കെ ആയിട്ടുള്ളവരായിരുന്നു. പക്ഷേ എന്നെയും ജോയെയും ഭയങ്കരമായിട്ട് മാറ്റിയിട്ട് ഇവിടെ 2 പട്ടിക്കുഞ്ഞുങ്ങൾ വന്നപ്പോൾ തന്നെ. ഇനി ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഇവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ അധികവും ഇവിടെ വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ഇവരെ വളർത്തുന്നത്. നമുക്ക് ഭയങ്കര എന്താ പറയുക, മനസ്സിന് ഭയങ്കര റിലാക്സേഷനാണ് പെറ്റുകളുള്ളപ്പം. അപ്പോൾ ഞങ്ങൾ സൗഗന്ധികയിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണിന്ന്. നമ്മൾ വിളിച്ചിട്ട് താമസിച്ചു പോയില്ലടാ. സമയം 6:30 മുതൽ അവിടെ ഡിന്നർ തുടങ്ങും. അപ്പോൾ നേരത്തെ ചെന്നാലാണ് നല്ല ടേസ്റ്റിൽ നല്ല ഐറ്റംസൊക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എല്ലാം തീർന്നു. അപ്പോൾ അവിടെ ബൊഫേ രീതിയിലാണ്. ഇന്ന് ഞാൻ ഇവർ കഴിക്കുമ്പോൾ എനിക്ക് എല്ലാ പ്രാവശ്യം കഴിക്കാൻ പറ്റാറില്ല. ഇന്ന് ഞാൻ വാരി വലിച്ചൊന്നും എടുക്കത്തില്ല. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റത്തെ പിടിക്കും, അത് വയറാക്കി തീരുമാനിച്ചു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എല്ലാ ഫുഡും കാണുമ്പോൾ കാപ്പി കാണുമ്പോൾ കവാത്ത് മറക്കും എല്ലാം മറക്കും, എല്ലാം കൂടി എടുക്കും. എനിക്കൊന്നും കഴിക്കാൻ പറ്റാറില്ല. ഇന്ന് ഞാൻ എന്നെ തന്നെ ക്വാളിറ്റി പിടിച്ചേക്കാണ്. ഒരൈറ്റം എടുക്കും, നന്നായിട്ട് കഴിക്കുന്നു. ഓക്കെ, നമുക്ക് പോവാം. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. 10-25 ഐറ്റം ഉണ്ട് കേട്ടോ. ഇവിടെ ബൊഫേ രീതിയിലാണ് ഡിന്നർ. ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റുള്ള താറാവ് കറി, കപ്പ, എല്ലുങ്കപ്പയും, ബിരിയാണി, ചോറ്, അങ്ങനെ കുറേ ഐറ്റംസ്. നോൺ വെജുണ്ട്, വെജുണ്ട്, പിന്നെ സൂപ്പുണ്ട്, അതുപോലെ നമുക്ക് സ്വീറ്റ് ഐറ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ബൊഫയാണ് കേട്ടോ. ഒത്തിരി റേറ്റ് ഇല്ല, അതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത്രയും 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ളൊരു, പിന്നെ 5 സ്റ്റാർ ഇല്ല, ഒരു 3 സ്റ്റാർ പറയാം അല്ലേ. അപ്പോൾ ഒരു 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു നല്ലൊരു ഹോട്ടൽ. അവിടെ നമുക്ക് ഇത്രയും റേറ്റ് കുറവിൽ ഇത്രയും നല്ല ഡിന്നർ കിട്ടുക എന്ന് പറയുമ്പോൾ
അല്ലാത്ത സമയത്ത് ഇവിടെ ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പം പൊതുവേ റേറ്റ് കുറവാണ് ഇവിടെ. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നുന്നുണ്ട്. പ്ലസ് ഭയങ്കര നല്ല അന്തരീക്ഷം, നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള അന്തരീക്ഷം. അങ്ങനെയുള്ള ഹോട്ടലിൽ മാത്രമേ എനിക്ക് മനസ്സുകൊണ്ട് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. വൃത്തിയില്ലാത്ത ഹോട്ടലിൽ എത്ര നല്ല ഫുഡാണെങ്കിലും ഞങ്ങൾ കയറത്തേയില്ല. ആദ്യത്തെ പ്രാവശ്യം അബദ്ധം പറ്റും, കഴിച്ചില്ല എന്നുള്ള മട്ടിൽ ഇറങ്ങിപ്പോരും. പിന്നെ അങ്ങനെ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കുറ്റി പിടിച്ചിരിക്കുകയാണ്. അത്രയും വൃത്തിയാണ്, അത്രയും നല്ല സർവീസാണ് ഇവരുടെ. അനാവശ്യമായിട്ട് വന്ന് നോക്കി നിൽക്കുമോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ കുറേ അബദ്ധങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ചില ഹോട്ടലുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മുതലാളി അടക്കം വന്നിങ്ങനെ നോക്കി നിൽക്കുക, നമുക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വൃത്തികെട്ട രീതി, മാനേഴ്സ് ഇല്ലാത്ത കുറേ അനുഭവങ്ങൾ നമുക്കുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊരു നീറ്റായിട്ടുള്ള പെരുമാറ്റം അവരുടെ. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡും അവിടുത്തെ അന്തരീക്ഷവും. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഭക്ഷണം എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെയാണ്, നല്ല രസമാണ്. മൈൻഡ് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കഴിക്കാം. ഇഷ്ടംപോലെ ഐറ്റംസും ഉണ്ട്. ഈ റേറ്റിൽ അപാര എന്താ പറയുക, ലക്ക് എന്ന് തന്നെ പറയാം ഇവിടെ ഡിന്നർ കഴിക്കാൻ വരുന്നവർക്ക്. അതുപോലെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, അവരറിയുന്നും കൂടില്ല ഞാൻ ഈ വീഡിയോ എടുത്ത്. പിന്നെ ഞാൻ പായസം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരേ ദിവസം ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ചെല്ലുമ്പോൾ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ പല വട്ടവും നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കുണ്ടൊരു 10 വട്ടത്തേക്കുള്ള നമ്മളിവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് പായസമായിരുന്നു, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചില ദിവസം പാലട പ്രഥമനായിരിക്കും, അങ്ങനെയൊക്കെ. ഇത് അരിപ്പായസമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അശ്വമച്ചിന് അത്ര ഇഷ്ടമില്ല, ജോ അത്യാവശ്യം കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഭക്ഷണം കാണുമ്പോൾ എനിക്ക് വാരി വലിച്ച് കഴിക്കാനേ പറ്റത്തില്ല. വാരി വലിച്ച് കഴിക്കണം എന്ന് ഓർത്ത് തന്നെയാണ് ഞാനിവിടെ വരുന്നത്. ഇവർ രണ്ടുപേരും കഴിക്കണം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നത് ഇങ്ങനെ കഴിക്കാൻ പറ്റാത്ത എന്താണെന്ന്. എന്നെ സംബന്ധിച്ച് ഒരു ദിവസം പലവട്ടം ഞാൻ ഭക്ഷണം കഴിക്കും, പക്ഷേ എല്ലാം ഇച്ചിരി എൻ്റെ കുടലെന്തോ ഉണങ്ങി കിടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരി സ്പേസേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇച്ചിരി എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അപ്പം വയറ് നിറയും. പിന്നെ പക്ഷേ എനിക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ വിശക്കും, വീണ്ടും എനിക്ക് കഴിക്കണം തോന്നുന്നു. അങ്ങനെയാണ്. ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാ വട്ടം ഇവിടെ വരുമ്പോൾ ഞാൻ ഒത്തിരി കഴിക്കണം എന്ന് ഓർത്ത് വരും, കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് എനിക്ക് ചില പ്രാവശ്യമൊക്കെ അബദ്ധം പറ്റി എല്ലാം കൂടി വാരി വലിച്ചെടുത്തിട്ടൊന്നും കഴിക്കാൻ പറ്റാതെ ഇന്ന് ഞാൻ എന്തായാലും സെലക്ട് ചെയ്ത് കപ്പ ബിരിയാണിയും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ താറാവ് കറി ഉണ്ടായിരുന്നു, അതും എടുത്തു. കുറച്ച് റൈസും എടുത്തു. ഇതെന്താ നെയ്ച്ചോറുണ്ടായിരുന്നു, അതും എടുത്തു. അങ്ങനെ കഴിച്ചു. എന്നിട്ട് ഇറങ്ങി. ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. പാർക്കിംഗ് അപ്പുറത്തേക്കുണ്ട്. പിന്നെ ഇവരുടെ തന്നെ ബാർ ഹോട്ടലൊക്കെ അതിൻ്റെ താഴെയായിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ. സ്റ്റേ നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി. 4500 5500 അങ്ങനെയൊക്കെയാണ് തോന്നുന്നു ഇവിടുത്തെ റേറ്റ്. ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ പെർ ഡേ ഒക്കെ അത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി. എന്നാലും ഓക്കെ, അടിപൊളിയായിട്ടുള്ള ഫുഡാണ്, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്നു, നന്നായിട്ട് കിടന്നുറങ്ങി. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ്. നമ്മുടെ കുറച്ച് നല്ല റോസാപ്പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുറത്തിറങ്ങി വന്ന് നമ്മുടെ നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ തുടങ്ങിയപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞപ്പൂക്കളും വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോസാപ്പൂവും വിരിഞ്ഞിട്ടുണ്ട്, വള്ളി റോസ. അതൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഒരു കഥ പറയാം കേട്ടോ. മനസ്സ് പറഞ്ഞു, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാനിന്ന് കടന്നു പോകുന്നത്. മനസ്സ് ശൂന്യമാകുന്നു, ഞാനില്ലാതെ ആയി പോകുന്ന പോലെ ഭയങ്കര ദുഃഖം തോന്നുന്നു. ആരോടും ഒന്നും മിണ്ടാനില്ലാത്ത പോലെ, ഒറ്റ പവറില്ലാത്ത പോലെയെന്ന് മനസ്സ് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഹൃദയം വിങ്ങി പറഞ്ഞു, ശരിയാണ്, നിരർത്ഥകമാണ് ഈ ജീവിതം. സന്തോഷം എന്നത് ഒത്തിരി ദൂരെയാണ്. ആർക്കും നമ്മളെ വേണ്ട. എത്ര സ്നേഹിച്ചാലും എത്രയൊക്കെ ആരെയൊക്കെ സ്നേഹിച്ചാലും ഒറ്റയ്ക്കാക്കി വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് തളർത്തുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? കരയാം, വിഷമിക്കാം, വെറുതെ ചിന്തിച്ചിരിക്കാം. വേദനിച്ച് ഉരുക്കി ഈ ജന്മം ഇങ്ങനെ തീരട്ടെ. ഇതെല്ലാം കേട്ട് ബ്രെയിൻ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏയ് മനസ്സേ, ഹൃദയമേ, നിങ്ങൾക്കറിയാമോ ട്രൂ പവർ എന്താണെന്ന്? എന്താണ് അവഗണിക്കേണ്ടത് അത് അവഗണിക്കാൻ പഠിക്കാം. ബാക്കിയെല്ലാം ആ കൂടെ ശരിയാകും. നമ്മളെ അവഗണിക്കുന്നവരെ, വേദനിപ്പിക്കാൻ വേണ്ടി ഹർട്ടിങ് വർത്തമാനം പറയുന്നവൻ ശ്രമിക്കുന്നവരെ മനസ്സിൽ അവരുടെ മുഖം കൊണ്ടുവരിക. മുഖത്ത് നല്ലൊരു പരിഹാസ ചിരിയും നമ്മൾ തന്നെ കൊണ്ടുവരിക. പറഞ്ഞോ, മാക്സിമം പറഞ്ഞോ. അവഗണിക്കണോ, മാക്സിമം അവഗണിച്ചോ. പക്ഷേ എൻ്റെ ശക്തി എല്ലാം മനസ്സിലാക്കുന്ന എൻ്റെ തലച്ചോറാണ്. എൻ്റെ സന്തോഷങ്ങളെ എന്നിൽ തന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അതിൽ സന്തോഷിക്കാൻ പോകുന്ന എൻ്റെ മനസ്സും ഹൃദയവുമാണ് എന്ന് ചിന്തിക്കുക. അതുപോലെ പ്രവർത്തിക്കുക. എത്ര സുന്ദരമാണ് ഈ ലോകത്തിലെ ജീവിതം എന്ന് സ്വയം മനസ്സിലാക്കുന്ന ദിവസങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. ഇത്തരത്തിലൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ. അപ്പോൾ ശുഭയാത്ര തുടരുക. നല്ലൊരു ദിവസമാകട്ടെ. വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെ ടാറ്റാ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം താഴേക്ക് എഴുതിയിടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ പണ്ടേ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ. എൻ്റെ 1 മില്യനൊക്കെ ഇനി എന്നടിക്കുമെന്ന് ദൈവത്തിനറിയാം. എല്ലാ യൂട്യൂബേഴ്സും 1 മില്യനൊക്കെ അടിക്കുന്ന കാണുമ്പോൾ നമ്മളുടെ ചാനൽ മാത്രം എന്താ സബ്സ്ക്രൈബേഴ്സ് കൂടാത്ത ഞാൻ ഓക്കെ വ്യൂവോ ഇല്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തോ ബ്ലോക്ക് വന്ന് നടക്കണം. ആ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഷെയർ ചെയ്യണം കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണ്ടവരെല്ലാം വാട്സപ്പിലേക്ക് പ്രോഡക്റ്റ് പക്ഷേ ഒത്തിരി പേര് മേടിക്കുന്നുണ്ട് കേട്ടോ. അതൊരു ദൈവാനുഗ്രഹം. നമ്മുടെ യൂട്യൂബ് ചാനൽ ഓടിയാലും ഓടിയില്ലെങ്കിലും ഇഷ്ടംപോലെ പേര്, കാരണം നല്ല ജെന്യുവൻ പ്രോഡക്റ്റ് ആയതുകൊണ്ടും നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ടും വാക്കിൻ്റെ ശക്തിയിൽ ഒരാൾ പറയും മറ്റൊരാളോട് നല്ല പ്രോഡക്റ്റ് ഉണ്ട് മേടിച്ചോളൂ, ചേച്ചിയുടെ അടുത്ത് നിന്ന് മേടിച്ചാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും മേടിച്ച് നമുക്ക് ഒത്തിരി ഓർഡർ വരുന്നുണ്ട്. അത് ദൈവാനുഗ്രഹം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ള റോസാപ്പൂ വെള്ളയല്ല കേട്ടോ, അതിൽ ചെറിയൊരു റോസ് കളറും കൂടിയുണ്ട്. അടിപൊളിയാണ്, നല്ല സ്മെല്ലും ഉണ്ട്. വള്ളി റോസാണ്, നല്ല രസമുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ഞാൻ കുറച്ച് നേരം എൻജോയ് ചെയ്തു നിന്നു. ഇത് കണ്ട വാഷൻ ഫ്രൂട്ട് എന്തോരം 3-4 സ്ഥലത്തോടെ ഞാൻ വാഷൻ ഫ്രൂട്ട് കയറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അത് നിറയെ കാച്ചി കിടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ദിവസങ്ങളെല്ലാം മുന്നോട്ട് പോവാണ്. ഇത് നമ്മുടെ വീണ്ടും തൊട്ട് താഴെയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. മനോഹരമാണ് നമ്മുടെ നാട് കേട്ടോ. ഒത്തിരി ഇങ്ങനെ എയർ പൊല്യൂഷനൊന്നും ഇല്ലാതെ ശാന്തമായിട്ടുള്ള മനുഷ്യരും അതുപോലെ ശാന്തമായിട്ടുള്ള ഒരു നാടുമാണ് നമ്മുടെ വയനാട്ടിൽ തന്നെ. ഏറ്റവും നല്ലൊരു പരന്ന് നിരന്ന സ്ഥലത്താണ് നമ്മുടെ വീടും സ്ഥലവും ഒക്കെ കേട്ടോ. കാട് പ്രദേശമൊക്കെ ഉണ്ട് കേട്ടോ. മേപ്പാടി അതുപോലെ ബത്തേരി പുൽപ്പള്ളി അവിടെയൊക്കെ കുറച്ച് ഡേഞ്ചർ സോണുകളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വയനാട്ടിലേക്ക് ഒത്തിരി പേര് സ്ഥലം മേടിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് നോക്കി മേടിക്കാം. ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട്, നടുക്കൊക്കെ ആയിട്ടുള്ള ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ളിടത്ത് ജീവിക്കാൻ നല്ല സുഖമാണ്. AC കാലാവസ്ഥയാണ്, നല്ല മനുഷ്യരാണ്. പ്ലസ് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അതുകൊണ്ട് തന്നെ ഒത്തിരി വിഷം നിറഞ്ഞ അങ്ങനെയൊന്നും അല്ലാത്ത സാധനങ്ങൾ തന്നെ കർഷകർ തന്നെ കൃഷി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ബാക്കി എല്ലാ കപ്പ ചേന ചേമ്പ് എല്ലാം കിട്ടും, മഴയെല്ലാം. അങ്ങനെയൊക്കെ ആകുമ്പം ഒത്തിരി പൊല്യൂഷനായിട്ടുള്ള നഗരങ്ങളിൽ ജീവിക്കുന്നതിനേക്കാളും ഇങ്ങനെ ശാന്തസുന്ദരമായ ഇങ്ങനത്തെ ഏരിയകളിൽ ജീവിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഹൈഫൈ ലൈഫ് സ്റ്റൈലൊന്നും നമുക്ക് ആരും കാണിക്കാനുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം ആരും കാണാനുണ്ടാവില്ല. ഇതുപോലെയൊക്കെ തന്നെയാണ് എല്ലാവരും. പിന്നെ നമ്മൾ അത്യാവശ്യം ആളുകളിലും ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് എല്ലാവരും നല്ല കുറച്ച് സ്റ്റാറ്റസൊക്കെ കാണിച്ച് ജീവിക്കുന്നവരുള്ളത്. അങ്ങനെയൊന്നും നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഷോ ഓഫ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ നല്ല സുന്ദരമായ ജീവിതമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നതിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മളിപ്പോൾ എല്ലാ തരത്തിലുള്ള ടൗൺ ഏരിയകളിലും ഒക്കെ ജീവിച്ച് നമുക്ക് ശീലമുണ്ടല്ലോ. കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തും ഒക്കെ ജീവിച്ച് എങ്ങനെ നോക്കിയാലും എനിക്കിഷ്ടം നമ്മുടെ സുന്ദരമായ കുഞ്ഞു ഗ്രാമങ്ങളിൽ ജീവിക്കുന്നത് തന്നെയാണ്. അതിനൊരു പ്രത്യേക സുഖമാണ് ഉള്ളതുകൊണ്ട് ഓണം പോലെ തിന്നും കുടിച്ചുമൊക്കെ കിടന്നുറങ്ങുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് നല്ല ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാനും അതാണല്ലോ മനുഷ്യൻ്റെ തന്നെ ഒരു ലൈഫിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് തന്നെ അല്ലേ. അതിന് ഏറ്റവും ബെസ്റ്റ്. ഒത്തിരി തിരക്കും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ ഒത്തിരി ആർഭാടങ്ങളും ഇല്ലാതെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ നല്ല ലക്കികളാണ് വയനാട്ടുകാർ. സുന്ദരമായ സ്ഥലം, നല്ല എയർ, നല്ല മനുഷ്യർ, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പോൾ ശരി കൂട്ടുകാരെ, ഇനി അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഷോപ്പിങ്ങിന് പോക്ക് നടന്നില്ല ഇന്നലെ. ഇനി അടുത്ത ദിവസത്തിന് ഷോപ്പിങ്ങിന് പോകും. അപ്പോൾ ഇന്നും നാളെയൊക്കെ ഇനി മിക്കവാറും പട്ടിണിയാകും ഞങ്ങൾ. അപ്പം ഉള്ളത് കൊണ്ട് ചമ്മന്തിയൊക്കെ അരച്ച് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇനി ഷോപ്പിങ്ങിന് പോകുന്ന ദിവസത്തെ വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. അതുവരെ ടാറ്റാ.